സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പരീക്ഷയുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ കഴിഞ്ഞ വർഷത്തെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ മോഡലിലായിരിക്കും ഈ വർഷവും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. നമുക്കറിയാം ആദ്യത്തെ 4 ചാപ്റ്റർ ഏതൊക്കെയാണ്? ഷാംഷാ അക്ബർ കോ കौन सिखाएगा, ഖ്യാൻ മാർഗ്, സുഖ് ദുഃഖ്, പിതാ കാ പ്രായശ്ചിത്ത്. ഈ 4 പാഠഭാഗത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്, ചോദ്യോത്തരങ്ങളെല്ലാം പഠിക്കേണ്ടത്. അപ്പോൾ ഏതെല്ലാം മോഡലിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 1.5 മണിക്കൂറായിരിക്കും പരീക്ഷ നടത്തുക. അപ്പം നമുക്ക് ഏതാണോ പാഠഭാഗം അതിൻ്റെ ഭാഗങ്ങൾ അവിടെ തന്നിട്ടുണ്ടാവും, അത് വായിച്ചിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സൂചന നോക്കാം. ഷാംഷാ അക്ബർ കോ कौन सिखाएगा ലോകകഥാ കാ യഹ് അംശ് പഠേം और 1 से 3 तक के प्रश्नों के उत्तर लिखे. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഷാംഷാ അക്ബർ കോ कौन सिखाएगा എന്ന പാഠഭാഗത്തിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ബഹുത് സി ഐസി ചീസേം ഹേ ജിൻകെ ബാരേ മേ മൈ നഹീ ജാൻതാ യഹി കിസിനെ കഹാ. ഈ ഒരു സെൻറ്റൻസ് ആര് പറഞ്ഞു എന്നാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അവയെക്കുറിച്ചൊക്കെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? നമുക്കറിയാം, അക്ബറാണ്. സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ വലത് വശത്തായിട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം 1 മാർക്കാണ് അതിന് കിട്ടുക. അക്ബറിനെ എന്നുള്ള സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ വിശേഷണ ശബ്ദമാണ്. എന്താണ് വിശേഷണ ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗംഭീർ ചർച്ച എന്നൊരു വാക്ക് തന്നു. അതിലെ വിശേഷണ ശബ്ദം ഏതാണെന്നാണ്. ചർച്ച എന്നതിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ഗംഭീർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഗംഭീർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കും ഉണ്ടാകും. നെക്സ്റ്റ്, വാക്യ പിരമിഡ് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും 2 മാർക്കിന് വരും. ഇതേ മോഡലിൽ നമുക്കറിയാം 2 ഓപ്ഷൻസ് നമുക്ക് ബ്രാക്കറ്റിൽ ഉണ്ടാകും. അതുപോലെ തന്നെ 2 സെൻറ്റൻസ് തന്നിട്ടും ഉണ്ടാകും. 3, 4 വരി നമ്മൾ എഴുതണം. അക്ബർ ചാഹത്തെ ഹേ, അക്ബർ പഠിനാ ചാഹത്തെ ഹേ. അപ്പോൾ ഓരോ വാക്ക് കൂടി വലിയ സെൻറ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അർത്ഥമുള്ള സെൻറ്റൻസുകളായിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഷാഹംഷാഹ് അക്ബർ പഠിനാ ചാഹത്തെ ഹേ എന്നാക്കി 3ാമത്തെ വരി. അടുത്തത് 4ാം വരിയിലേക്ക് വരുമ്പോൾ ഷാഹംഷാഹ് അക്ബർ കൈ ചീസേം പഠിനാ എന്ന രീതിയിലേക്ക് എഴുതുക. ഖ്യാൻ മാർഗ് ഏകാംഗീൻ്റെ ഭാഗമാണ് അടുത്തത് തന്നിട്ടുള്ളത്. 4 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് അതിനെ അടിസ്ഥാനമാക്കി ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രാജകുമാർ കെ പീച്ചെ പീച്ചെ കോൻ ആ രഹാ താ. രാജകുമാരന്മാരുടെ പിന്നാലെ ആര് വരുന്നുണ്ടായിരുന്നു? നമുക്കറിയാം, തേർഡ് ഓപ്ഷൻ ഗുരുജിയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മുജെ മേ നിഹിത് സർവനാം ക്യാ ഹെ. മുജെ എന്ന വാക്കിൽ അടങ്ങിയിട്ടുള്ള സർവനാമം ഏത്? നമുക്കറിയാം, മേം. 4ാമത്തെ ഓപ്ഷനാണ് മേം എന്നുള്ളതാണ് ആൻസർ. അടുത്തത് കോഷ്ടക് സെ ഉചിത് വാക്യാംശ ചുൻകർ ലിഖെ. ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ വാക്യങ്ങൾ എടുത്ത് ചേർത്ത് സെൻറ്റൻസ് പൂർത്തീകരിക്കുക എന്നാണ്. രാജകുമാരോं की जान, രാജകുമാരന്മാരുടെ ജീവൻ ഏതാണ് അതിന് വരിക? 4ാമത്തെ ഓപ്ഷൻ സങ്കട് മേഹെ, അപകടത്തിലാണ് അല്ലേ. രാജകുമാരോं के अंदर അഹങ്കാരം, രാജകുമാരന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അഹങ്കാരം എന്താണ്? ഭരാ ഹുവാ ഹെ, നിറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ. അഹങ്കാർ ഖ്യാൻ കാ, അഹങ്കാരം അറിവിനെ എന്ത് ചെയ്യുന്നു? നുക്സാൻ കർത്താ ഹെ, നഷ്ടപ്പെടുത്തുന്നു. സെക്കൻഡ് ഓപ്ഷൻ. രാജകുമാരോं की जान ബച്ചാനെ, രാജകുമാരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ആര് വന്നു? ഗുരുജി ആയെ, ഗുരുജി വന്നു. 4 മാർക്കാണ്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അതിൽ നിന്ന് നോക്കിയെടുത്ത് കറക്റ്റായിട്ട് എഴുതിയാൽ മതി. ഇനി അതുപോലെ 4 സഹി പ്രസ്താവ് ചുൻകർലിഖെ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു 6ഓളം പോയിന്റ് തന്നിട്ടുണ്ട്, 4 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ 4 സഹി പ്രസ്താവ്, ശരിയായ 4 പ്രസ്താവനയുണ്ട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള സംഭവമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അറിവിനെ കുറിച്ചൊരു 4ഓളം പോയിന്റുകൾ പാഠഭാഗത്തിൻ്റെ ലാസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചാൽ മതിയായിരുന്നു. അതുപോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഹറേക്കുമേ കുച്ചിനെ കുച്ചി ക്യാൻ ഹേ. ഇത് ശരിയാണ്. ക്യാൻ ബാഹരി ദിഖാവാ ഹേ തെറ്റാണ്. ക്യാൻ സബ്കി ഭലായി കെ ലിയേ ഹേ ശരിയാണ്. ക്യാൻ സബ്കാ നുക്സാൻ കർത്താ ഹേ തെറ്റാണ്. അഹങ്കാർ സെ ഞാൻ അസഫൽ ഹോത്താ ഹേ ശരിയാണ്. ദൂസരോं की बुराई करने वाला अज्ञानी है ശരിയാണ്. അപ്പോൾ ആകെ 4 ശരിയും 2 തെറ്റുമാണുള്ളത്. ഇനി അതല്ല, അഥവാ ഓർ ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 4 സെൻറ്റൻസ് എടുത്തെഴുതാം, അഥവാ അല്ലെങ്കിൽ
എന്ത് ചെയ്യാം, ജ്ഞാൻ കാ മഹത്വ വിഷയ പർ ടിപ്പണി ലിഖേ. അറിവിൻ്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഹെഡിങ് ഒക്കെ കൊടുത്തുകൊണ്ട് അറിവിനെക്കുറിച്ചുള്ള പോയിന്റുകൾ സെൻറ്റൻസ് ആക്കി എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, സുഖദുഃഖ് കവിതയുടെ വരികൾ വായിച്ചിട്ട് 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുഖദുഃഖിൻ്റെ വരികളാണ് തന്നിട്ടുള്ളത്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്രത്യക്ഷ കാ സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖേ. അപ്രത്യക്ഷി എന്ന് പറയുന്ന വാക്കിൻ്റെ സെയിം അർത്ഥം വരുന്ന വാക്ക് കവിതയിലുണ്ട്, കണ്ടുപിടിക്കാൻ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓച്ചൽ. ഏതാണ്? ഓച്ചൽ എന്നുള്ളതാണ്. നെക്സ്റ്റ്, സുഖ ദുഃഖ കെ മധുര മിലൻ സെ ക്യാ പരിപൂർണ്ണ ഹോ ജാത്താ ഹേ. സുഖ ദുഃഖ കെ മധുര മിലൻ സെ, ഇത് നമുക്ക് എവിടെ നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. സുഖ ദുഃഖ കെ മധുര മിലൻ സേ ഹി ജീവൻ ഹോ പരിപൂർണ്ണ. അപ്പോൾ ഏതാണ്? ജീവൻ എന്നുള്ളതാണ് ആൻസർ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ആ വരികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ആ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗത്തായിട്ട് അതിൻ്റെ ഉത്തരം ഉണ്ടാകും കവിതാ വരിയിൽ. ഇനി ഘൻ ഔർ ശശി കിൻകെ പ്രതീക് ഹേ. നമുക്കറിയാം, ഘൻ എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ പ്രതീകവും ശശി എന്ന് പറയുന്നത് സുഖക്കെ പ്രതീകവുമാണ് കേട്ടോ. കവി അവർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാവരികളുടെ ആശയം എഴുതുക. അപ്പോൾ കവിതാവരികളുടെ ആശയം എഴുതാൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കവിയെ സൂചിപ്പിക്കണം. സുഖദുഃഖ് സുമിത്രാനന്ദം പന്തിൻ്റെ കവിതയാണ്, മനോഹരമായ കവിതയാണെന്നൊക്കെ ഹിന്ദിയിൽ എഴുതണം. എങ്ങനെയാണ് ആശയം എഴുതാമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നിട്ട് തന്നിരിക്കുന്ന വരികളെ എന്ത് ചെയ്യണം? വരികളെക്കുറിച്ച് നമ്മൾ എഴുതണം. അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഉപസംഹാര രൂപത്തിലും കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, ഷാംഷാ അക്ബർ കോ കോൺ സിഖായേഗ ലോകകഥയുടെ ഭാഗം വായിച്ച് 12 മുതൽ 15 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദർബാർ കാ വിചിത്ര ദൃശ്യ ക്യാ ഥാ. ദർബാറിലെ വിചിത്ര ദൃശ്യം എന്തായിരുന്നു എന്നാണ്. നമ്മുടെ പാരഗ്രാഫിൽ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അത് ഇവിടെ ഓപ്ഷൻസിൽ ഏതാ ശരിയെന്ന് നോക്കിയാൽ മതി. 3ാമത്തെ ഓപ്ഷൻ, ദർബാർ ലോഗോ സെ ഭരാത. ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ശരി. 13ാമത്തെ ക്വസ്റ്റ്യൻ, നമൂനയ്ക്ക് അനുസാർ ലിഖേ. മാതൃകയ്ക്ക് അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്. വഹ് ദർബാർ മേ ആത്താ ഹേ. ആ സെൻറ്റൻസിനെ മാറ്റി എഴുതിയിരിക്കുന്നു. അതിൻ്റെ താഴെ വഹിന് പകരം മേം ചേർത്തിട്ടുണ്ട്. മേം ദർബാർ മേ ആത്താഹും എന്നായി മാറി. വഹ് ദർബാർ മേ ആത്താഹെ, ആത്താഹെ മാറി മേം വന്നപ്പോൾ എങ്ങനെ വന്നു? ആത്താഹും എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ വഹ് ദർബാർ മേ പ്രവേശ് കർത്താഹെ എന്ന സെൻറ്റൻസിനെ നമ്മൾ മേം ചേർത്തെഴുതണം. അപ്പോൾ വഹ് ദർബാർ മേ പ്രവേശ് കർത്താഹെ എന്ന് പറഞ്ഞത് നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? മേം ദർബാർ മേ പ്രവേശ് കർത്താഹും എന്നെഴുതുക. അപ്പോൾ ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഷാംഷാ അക്ബറിനെ ദർബാർ മേ പ്രവേശ് കിയാ തോ വഹാ കോൺ കോൺ ദേ. ചക്രവർത്തിയായ അക്ബർ ദർബാറിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു? അത് നമുക്ക് ഈ പാരഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം. ബച്ചെ, ബുജുർഗ്, ഗൃഹിണിയാൻ, ധോബിനെ, കിസാന്, കച്ചരാ ബീനിനെ വാലെ, ദുക്കാൻദാർ, ലിപിക്ക്, മൂർക്ക്, ഖ്യാനി, അങ്ങനെ അവരുടെ പേരുകൾ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസുകൾ കുറച്ചും എടുത്ത് എഴുതിയാൽ തന്നെ ഉത്തരം ശരിയായി. നെക്സ്റ്റ്, പേശയ്ക്ക് അനുസാർ നാം ചുൻകർ ലിഖേ. 15ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കാണ്. വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വാക്കിന് നേരെ കറക്റ്റായിട്ടുള്ള ആൻസർ എഴുതുക എന്നുള്ളതാണ്. നമുക്കറിയാം, ചിത്ര കീഞ്ചിനെ വാലെ, ചിത്രം വരയ്ക്കുന്ന ആളാരാണ്? ചിത്രകാർ. എടുത്തെഴുതുക. ഖേത്തി കർണേ വാലെ, കൃഷി ചെയ്യുന്ന ആളാരാണ്? കിസാൻ. കപ്പട ധോനെ വാല, വസ്ത്രം അലക്കുന്ന ആളാരാണ്? ധോബി. സാമാൻ ബേച്ചിനെ വാല, സാധനങ്ങൾ വിൽക്കുന്ന ആൾ? ദുക്കാൻദാർ. ഇനി ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്. അഥവാ എന്ന് കണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ 15 ഇതല്ല എഴുതുന്നതെങ്കിൽ ഇസ് പ്രസംഗ പർ അക്ബർ കി ഡയറി ലിഖേ. ഈ ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കി മുകളിലൊരു പാരഗ്രാഫ് വന്നിട്ടില്ലേ, അതിനെ അടിസ്ഥാനമാക്കി അക്ബറിൻ്റെ ആ ദിവസത്തെ ഡയറി തയ്യാറാക്കുക എന്നാണ് പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ്, സുഖദുഃഖ കവിതയുടെ വരികൾ തന്നെ തന്നിട്ടുണ്ട്. 16 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഇതിനെ ആസ്പദമാക്കി ഉത്തരം എഴുതുക. 16ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉള്ളതാണ്. സുഖദുഃഖ് കിസ്കി കവിത ഹേ. സുഖദുഃഖി എന്ന കവിത ആരുടെ കവിതയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കവിയുടെ പേര് 3ാമത്തെ സുമിത്രാനന്ദം പന്താണ് അതിൻ്റെ ഉത്തരം വരുന്നത്. 17 സമാനാർത്ഥ വാലെ ശബ്ദ കാ മിലാങ്കരെ. സെയിം അർത്ഥം വരുന്ന വാക്ക്. നമ്മൾ പാഠപുസ്തകത്തിലെ ഓരോ പാഠത്തിലും പ്രത്യേകം പഠിച്ചു പോകുന്ന വാക്കുകളാണ് ഇവ. അവിരത്, അവിരതിന് ചേരുന്ന ഏതാണ്? നിരന്തർ. 3ാമത്തെ ഓപ്ഷൻ. ഉത്പീഡൻ, ഏതാണ്? ലാസ്റ്റ് ഓപ്ഷൻ. പീഡ. നിശ, രാത്, ഫസ്റ്റ് ഓപ്ഷൻ. ദിവ, സെക്കൻഡ് ഓപ്ഷൻ. ദിൻ. അപ്പോൾ ഇതുപോലെയുള്ള വാക്കുകൾ ഓരോ പാഠഭാഗത്തിലും ഉണ്ട്, അവ പഠിക്കണം. നെക്സ്റ്റ്, പോൾ ഖുൽഗയ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ നമ്മൾ ചിത്രകഥാ രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 18 മുതൽ 19 വരെയുള്ള ചോദ്യത്തിന് ഇതിനെ ആസ്പദമാക്കി ഉത്തരം എഴുതുക. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പഗടി വാലേക്കോ ദേഖക്കർ ദൂസര ആദ്മി ക്യാ സോച്ചതാ ഹേ. ആ തൊപ്പി വെച്ച് വരുന്ന ആളെ കണ്ടപ്പോൾ മറ്റു മനുഷ്യൻ എന്താണ് ചിന്തിച്ചത്?
അയാളൊരു പണ്ഡിതനായിരിക്കും എന്നല്ലേ. അപ്പോൾ അതാണ് അവിടെ സെക്കൻഡ് ഓപ്ഷൻ ബഹു വിദ്വാനെ, അതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. 19ാമത്തെ ചോദ്യം ഉചിത് സംവാദ് ചുൻകർ ബാത്ചീത് കി പൂർത്തി കരെ. ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആത്മിയും പകടിവാലയും, ആ തൊപ്പി വെച്ച ആളും ആ മനുഷ്യനും തമ്മിലുള്ള കോൺവെർസേഷൻ. ആളുകളുടെ പേരവിടെയുണ്ട്, സെൻറ്റൻസുകൾ മുകളിലുണ്ട്. സെൻറ്റൻസ് യോജിച്ചവ എടുത്തെഴുതുക. അപ്പോൾ ആത്മി, ഫസ്റ്റിൽ ആത്മി പറയുന്ന സെൻറ്റൻസ് ഏതായിരിക്കും? സെക്കൻഡ് ഓപ്ഷൻ, ക്യാ യഹ് പത്ര പഠിക്കർ സുനാവോഗെ, ഈ കത്തൊന്ന് വായിച്ചു തരുമോ? അപ്പോൾ പകടിവാല എന്ത് പറയും? ആദ്യത്തെ ഓപ്ഷൻ, മുച്ചേ പഠിനാ നഹിയാത്ത, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ ആത്മി എന്ത് പറയും? തുമ്നെ പകടി ജോ ബാന്തി ഹേ സോച്ചാക്കി തും വിദ്വാൻ ഹോ. നാലാമത്തെ ഓപ്ഷൻ, നിങ്ങൾ തലപ്പാവ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളൊരു പണ്ഡിതനാണെന്ന്. അപ്പോൾ പകടിവാല പറഞ്ഞ മറുപടി മൂന്നാമത്തത്, തോ യഹ് പകടി തും രഗുലോ അവർ ഗുദ്പടോ. എന്നാൽ ഈ തൊപ്പി നിങ്ങൾ വെച്ചോ, എന്നിട്ട് നിങ്ങൾ തന്നെ വായിക്കുക, അപ്പോൾ നിങ്ങളൊരു വിദ്വാൻ അല്ലേ എന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷത്തെ 2023 ഓണപരീക്ഷയുടെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതേ മോഡലിൽ തന്നെയായിരിക്കും ഈ വർഷവും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ 4 ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് പിതാക്ക പ്രായശ്ചിത്ത് വരെയുള്ള പാഠഭാഗം നന്നായിട്ട് പഠിക്കുക.